பழி கண்மொழியும் நான் கேட்ட கேள்விக்கு ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രിവ്യൂവിൽ കണ്ടിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് ക്യാപ് കട്ടിൽ സിമ്പിളായിട്ട് അങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. ഗൈസ്, അപ്പോൾ നമ്മളതിനായിട്ട് ആദ്യം തന്നെ ക്യാപ് കട്ടിൽ ഇതിനാവശ്യമായിട്ടുള്ള കുറച്ച് ക്ലിപ്സ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു ക്ലിപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആൻഡ്രോയിഡ് ഫോണിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള ക്ലിപ്സാണ്. അപ്പോൾ ലാൻഡ്സ്കേപ്പ് ആയിട്ട് തന്നെ ഫോണിൽ ഈ ഒരു വീഡിയോ സെറ്റാകാൻ ക്ലിപ്സ് ഷൂട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് ഐഫോൺ 10 ശേഷമുള്ള ഏതെങ്കിലും സീരീസ് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് വെച്ചിട്ട് ഷൂട്ട് ചെയ്യുക. അതായത് ഷെയ്ക്കിംഗ് ഇല്ലാതെ വീഡിയോ സെറ്റായിട്ട് തന്നെ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് നമ്മളിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു സോങ് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഈ ഒരു സോങ്ങിനനുസരിച്ച് ബീറ്റ് മാർക്കും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഷൂട്ട് ചെയ്ത ക്ലിപ്സ് അതിനനുസരിച്ച് കട്ട് ചെയ്ത് സെറ്റാക്കി വെക്കുക. അങ്ങനെ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഒരു സോങ്ങിൻ്റെ ബീറ്റിനനുസരിച്ച് ഈ ഒരു ക്ലിപ്സ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കി വെക്കുക. പിന്നെ ഞാൻ ആൻഡ്രോയിഡ് ഫോണിൽ ഷൂട്ട് ചെയ്ത കാരണം തന്നെ ഇതിൽ ഷെയ്ക്കിങ് വളരെയധികം ഓവറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിത് ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യണം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു താഴത്തുള്ള ഓപ്ഷനിൽ സ്റ്റെബിലൈസിൽ റെക്കമെൻഡഡ് സെലക്ട് ആക്കുക. ഇപ്പോൾ ഒരു ക്ലിപ്സ് ഒരു ലിമിറ്റ് വരെ ഷെയ്ക്കിങ് പോവും. അപ്പോൾ അതൊന്ന് കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കുക. അപ്പോൾ നമ്മളൊരു ക്ലിപ്സൊക്കെ സ്റ്റെബിലൈസ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ നെക്സ്റ്റ് ഇതിലേക്കൊരു സ്ലോമോ ആഡ് ചെയ്യാനുണ്ട്. നമുക്കൊരു സ്ലോമോ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. സ്ലോമോ ആഡ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒരു ക്ലിപ്പിൽ സെലക്ട് ചെയ്തതിന് ശേഷം കർവിൽ കസ്റ്റം കർവിൽ ഈ ഒരു വീഡിയോയിൽ കാണുന്ന അതേ ഒരു കർവ് സെറ്റാക്കുക. ശേഷം താഴെ സ്മൂത്ത് സ്ലോമോയിൽ ബെറ്റർ ക്വാളിറ്റി സെറ്റാക്കി കൊടുക്കുക. അപ്പോൾ എല്ലാ ക്ലിപ്പിലും ഈ ഒരു സെയിം സംഭവം ചെയ്ത് കൊടുക്കുക. സെയിം മെത്തേഡിൽ എല്ലാ ക്ലിപ്പിലും സ്ലോമോ ആഡ് ചെയ്യുക. ഓക്കെ. ഗൈസ്, അപ്പോൾ നമ്മൾ സ്ലോമോ എല്ലാ ക്ലിപ്സിലും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിലേക്ക് ഒരു ഇൻട്രോ പോലെ സെറ്റ് ചെയ്യാനുണ്ട്. അതിനായിട്ടൊരു ബ്ലർ ആഡ് ചെയ്യുക. എഫക്റ്റിൽ വീഡിയോ എഫക്റ്റിൽ മോഷനിൽ ബ്ലർ ആഡ് ചെയ്യുക. ഈ ഒരു ബ്ലർ ഫസ്റ്റിൽ സെറ്റാക്കിയ ശേഷം ഈ ഒരു ലെങ്ത്തും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ ഒരു എഫക്റ്റിൽ 2 കീ ഫ്രെയിംസ് ആഡ് ചെയ്യുക. ഫസ്റ്റ് കീ ഫ്രെയിമിൽ ഏകദേശം ഒരു 30 ഈ റേഷ്യോയിലാണ് സെറ്റ് ചെയ്യേണ്ടത്. ലാസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തതിന് ശേഷം 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളെ ബ്ലർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ ലാസ്റ്റ് ക്ലിപ്പിൽ വന്നിട്ട് ആനിമേഷനിൽ ഔട്ടിൽ പോയതിനു ശേഷം ഫെയ്ഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആനിമേഷൻ ജസ്റ്റ് ആഡ് ചെയ്യുക. അതായത് ലാസ്റ്റ് ഒന്ന് ഫെയ്ഡ് ഔട്ട് ആവാൻ. ഓക്കെ, ടിക്ക് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് നിങ്ങളൊരു ഐഡിയക്ക് അനുസരിച്ചിട്ടാണ് ഇതിൽ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അതായത് ഒരു ട്രാൻസിഷൻസിൻ്റെ ഒരു ഭാഗത്ത് നിങ്ങൾ ലൈറ്റിൽ കുറച്ച് എഫക്ട്സ് ഉണ്ട്, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഈ ക്ലിപ്സിൽ സെറ്റാക്കുക. നിങ്ങളുടെ കയ്യിലുള്ള ഓവർലേസും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ സെറ്റാക്കുക. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ആനിമേഷൻസ് ആയാലും ട്രാൻസിഷൻസ് ആയാലും ഒക്കെ സെറ്റ് ചെയ്യുക. ഗൈസ്, അപ്പോൾ നമ്മളൊരു ട്രാൻസിഷൻസ് ആയാലും എഫക്ട്സ് ആയാലും എല്ലാം നമ്മളൊരു വീഡിയോസിൽ സെറ്റാക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിൽ ഇമ്പോർട്ടൻ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു തുടക്കത്തിലുള്ള ഇൻട്രോ അതിലേക്കുള്ള ഒരു ടെക്സ്റ്റാണ് ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ ടെക്സ്റ്റ് ആഡ് ചെയ്യാനായിട്ട് സിനിമാറ്റിക് എന്ന് ഒരു ടെക്സ്റ്റ് ആദ്യം കൊടുക്കുക.
ടെക്സ്റ്റ് കൊടുത്തതിന് ശേഷം അതിൽ ട്രെൻഡിങ് ഫോൺസിൽ പോയതിന് ശേഷം അതിലുള്ള ഫോണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ പുറത്തുനിന്ന് എവിടെയെങ്കിലും ഡൗൺലോഡ് ചെയ്തെടുത്ത ഫോണ്ടോ ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്യുക. എന്നിട്ടൊരു നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോൺസ് അതിലുണ്ടാവും. ജസ്റ്റ് അതിനെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഒരു ഫോൺസ് ജസ്റ്റ് ഞാനിവിടെ ഈ ഒരു ഫോണാണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ സ്റ്റൈലിൽ പോയതിന് ശേഷം അവസാനത്തെ ഈ ഒരു എഫക്റ്റ് ഉണ്ടാവും. ജസ്റ്റ് ആ ഒരു ടെക്സ്റ്റ് എഫക്റ്റ് ആഡ് ചെയ്യുക. ഓക്കെ, പിന്നെ സൈസും കാര്യങ്ങളൊക്കെ സെറ്റാക്കുക. ഇതൊക്കെ സെറ്റാക്കിയതിന് ശേഷം ലാസ്റ്റ് ആനിമേഷൻ സെറ്റാക്കണം. ഇപ്പോൾ ഒരു ടെക്സ്റ്റിൽ നമ്മൾ ആനിമേഷൻ സെറ്റാക്കണത് ഇന്നിൽ ഫെയ്ഡ് ഇന്നും ഔട്ടിൽ ഫെയ്ഡ് ഔട്ടാണ്. ജസ്റ്റ് ഫെയ്ഡ് ഇൻ ടു ഫെയ്ഡ് ഔട്ട് ഈ ഒരു ടെക്സ്റ്റ് സെറ്റാക്കിയാൽ മതി. അതും അത്യാവശ്യം കുറച്ചിട്ട് സെറ്റാക്കുക. റേഷ്യം കാര്യങ്ങളൊക്കെ അത്യാവശ്യം പക്കായിട്ട് കുറച്ച് കൊടുത്തിട്ട് ഫെയ്ഡ് ഔട്ട് ഫെയ്ഡ് ഇൻ ഈ ഒരു ടെക്സ്റ്റിൽ ചെയ്യുക. ഓക്കെ, സൈസൊക്കെ കറക്റ്റ് ആക്കുക. പിന്നെ ഇത് നേരെ താഴെ നമ്മൾ വേറൊരു ടെക്സ്റ്റും പാട് സെറ്റ് ആക്കാനുണ്ട്. അതായത് ഏത് ഫോണിലാണ് ഷൂട്ട് ചെയ്തതെന്നുള്ളത്. പിന്നെ ആൻഡ്രോയിഡ് ഫോണായതുകൊണ്ട് തന്നെ, അതായത് ഓപ്പോയിലാണ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഷൂട്ട് ഓൺ ഓപ്പോ എന്നാണ് ഇവിടെ ടെക്സ്റ്റ് കൊടുക്കുന്നത്. ഈ ഒരു ടെക്സ്റ്റിൻ്റെ കളറ് വൈറ്റ് ആവണം. പിന്നെ ഈ ഒരു ഫോണ്ട് ഒരു ചെറിയ ഇതൊക്കെ ഒരു വലിയ ടൈപ്പ് ഫോണ്ടാണ്. ഒരു ചെറിയ ടൈപ്പ് ഫോണ്ടിലേക്ക് എത്തിക്കുക. ഏകദേശം ഈ ഒരു ടൈപ്പിലൊക്കെ ഉള്ളതിലേക്ക് എത്തിക്കുക. പിന്നെ കളർ മാറ്റിയിട്ട് വൈറ്റ് ആക്കുക. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ആനിമേഷനിൽ ഫെയ്ഡ് ഔട്ട് ഫെയ്ഡ് ഇൻ സെയിം റേഷ്യോയിൽ സെറ്റാക്കുക ഈ ഒരു ടെക്സ്റ്റിലും. ഇതൊക്കെ സെറ്റാക്കിയതിന് ശേഷം ഈ രണ്ട് ടെക്സ്റ്റിലും ചെറിയൊരു സൂമിങ് വരുന്നുണ്ട്. ജസ്റ്റ് ഈ രണ്ട് ടെക്സ്റ്റിൽ ഫസ്റ്റിലും ലാസ്റ്റിലും രണ്ട് കീ ഫ്രെയിംസ് ആഡ് ചെയ്തതിന് ശേഷം ചെറിയൊരു സൂമിങ് സെറ്റാക്കുക. ഓക്കെ, ഒരു ക്വാളിറ്റി ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് അതിന് വരും. ഓക്കെ, അതിനാണ്. ഇപ്പോൾ ഒരു വീഡിയോ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ ആഡ് ചെയ്യാനുള്ളത് കളർ ഗ്രേഡിംഗ് ആണ്. ജസ്റ്റ് ഫിൽറ്ററിൽ പോവുക. ശേഷം നമ്മളൊരു ഗ്ലോ ടൈപ്പിലുള്ളൊരു കളർ ഗ്രേഡിങ് സെലക്ട് ആക്കുക. പിന്നെ ഈ ഒരു ഗ്രേഡിങ് നോക്കുന്നുണ്ട്. അങ്ങനെ കുറേ പലതും ഈ ഒരു വീഡിയോക്ക് അനുസരിച്ചിട്ടുള്ളത് കിട്ടുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെലക്ട് ആക്കിക്കോ. പിന്നെ കുറച്ച് അഡ്ജസ്റ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാനുണ്ട്. ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഫിൽറ്റർ സെറ്റ് ആക്കുക. ഒരു കുറച്ച് ഗ്ലോ ടൈപ്പിലുള്ള ഒരു ഫിൽറ്റർ ആണെന്നുണ്ടെങ്കിൽ സെറ്റ് ആവും. പിന്നെ ആ ഒരു ഫിൽറ്റർ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുകയാണ് ഇപ്പോഴും ഈ ഒരു ക്യാപ് കട്ടിൽ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഫിൽറ്റർ കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും ഫിൽറ്റർ ആഡ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഓരോ ഫിൽറ്റർ ഇങ്ങനെ സെലക്ട് ചെയ്ത് നോക്കുകയാണ് ഈ ഒരു വീഡിയോക്ക് ചേർച്ചയുണ്ടോ എന്നുള്ളത്. ജസ്റ്റ് പക്ക ഒരു ക്വാളിറ്റി ആവുക എന്നുള്ളതാണ് ഈ ഫിൽറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ ഫിൽറ്റർ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ റേഷ്യം കാര്യങ്ങളൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്ത ഒരു ഫിൽറ്ററിനനുസരിച്ച് സെറ്റാക്കി കൂട്ടി കുറച്ചൊക്കെ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അഡ്ജസ്റ്റും സെറ്റാക്കി കൊടുക്കാനുണ്ട്. അതിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഫിൽറ്റർ സെറ്റാക്കിയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ശേഷം നമ്മൾ അഡ്ജസ്റ്റിലൊക്കെ കിടക്കുകയാണ്. ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു വീഡിയോൻ്റെ ഒരു ബ്രൈറ്റ്നെസ്സിനൊക്കെ അനുസരിച്ചിട്ട് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് കൂട്ടിയും കുറച്ചും ചെയ്യുക.
അത് ഞാൻ ഈ കാണിച്ചിരുന്ന സെയിം നിങ്ങൾ ചെയ്യരുത്, ഒരു സെയിം റേഷ്യോ നിങ്ങൾ ചെയ്യരുത്. നിങ്ങളൊരു വീഡിയോക്ക് അനുസരിച്ചിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഞാൻ എൻ്റെ ഒരു വീഡിയോ അനുസരിച്ചാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കളർ ഗ്രേഡിങ്ങും ഈ ഒരു വീഡിയോ നമ്മളെ ഫൈനൽ സെറ്റായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ല അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.